ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം, വാട്ട് ഈസ് 2 ടൈംസ് ഓഫ് 1/3? നമ്മൾ പറഞ്ഞിരുന്നു റിപ്പീറ്റഡ് അഡീഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 2 ടൈംസ് ഓഫ് 1/3 എന്ന് പറഞ്ഞാൽ 2 × 1/3. അപ്പോൾ 2 × 1/3 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 2 × 1/3. അതായത് 1/3 + 1/3 ദാറ്റ് ഈസ് എന്ത് കിട്ടും? 2/3. 2/3 എന്ന് കിട്ടും. അതുപോലെ വാട്ട് ഈസ് അബൌട്ട് 3 ടൈംസ് ഓഫ് 1/3? 3 ടൈംസ് ഓഫ് 1/3 ആകുമ്പോഴോ ഇതുപോലെ 2 × 1/3 പോലെ തന്നെ 3 × 1/3 വി ക്യാൻ സേ. 3 × 1/3 എന്ന് പറഞ്ഞാൽ 3/3. ഇതുപോലെ 1/3 + 1/3 + 1/3 ഈക്വൽ ടു 3/3 ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും. അതുപോലെ 4 ടൈംസ് ഓഫ് 1/3 1/3 + 1/3 + 1/3 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ 3 ടൈംസ് ഓഫ് 1/3 + 1/3 എന്നുള്ള രൂപത്തിൽ നമുക്ക് എഴുതാം. അതായത് 3 × 1/3 + 1/3 അതായത് 3/3 + 1/3 അതായത് 1/3 എന്ന് കിട്ടും. മറ്റൊരു ചോദ്യത്തിലേക്ക് 4 ടൈംസ് ഓഫ് 2/3. വാട്ട് ഈസ് 4 ടൈംസ് ഓഫ് 2/3 എന്ന് പറഞ്ഞാൽ 4 × 2/3 എന്ന് പറഞ്ഞാൽ 4 × 8 4 × 2 8/3 എന്ന് എഴുതാം. 2/3 + 2/3 + 2/3 + 2/3 8 ടൈംസ് ആഡ് ചെയ്തിട്ട് 4 ടൈംസ് ആഡ് ചെയ്തിട്ട് ചെയ്താലും ശരിയാണ്. അപ്പോൾ 4 × 2 8 ആണ് 8/3. ഈ 8/3 നമുക്ക് 3 മൾട്ടിപ്പിൾ ആണ്. 3യുടെ മൾട്ടിപ്പിൾ 6. 3 × 1 3 3 × 2 6 3 × 3 9 ആയിരിക്കും. അപ്പോൾ 8 താഴെയുള്ള 3യുടെ മൾട്ടിപ്പിൾ 6 ആണ്. അപ്പോൾ ഈ 8നെ 6 + 2 എന്ന് എഴുതാം. 8നെ നമുക്ക് 6 + 2/3 എന്ന് എഴുതാം. അപ്പോൾ 6/3 + 2/3. അപ്പോൾ 6/3 എന്ന് പറയുമ്പോൾ നമുക്ക് 2 എന്ന് എഴുതാം. 2 + 2/3 അതായത് 2 + 2/3 അതായത് 2/3 എന്ന് കിട്ടും. What about 10 times of 2/3? 10 times of 2/3 ഇതുപോലെ തന്നെ 10 × 2/3. 10 × 2/3 എന്ന് പറഞ്ഞാൽ 20/3 എന്ന് കിട്ടും. ഈ 20/3 അതുപോലെ തന്നെ നമുക്ക് എഴുതാം. അതായത് 20യെ 3യുടെ മൾട്ടിപ്പിൾ നോക്കുക. 3 6 are 18. അപ്പോൾ എന്ത് ചെയ്യാം? 18 + 2/3 എന്ന് എഴുതാം. അപ്പോൾ 18/3 + 2/3 എന്ന് കിട്ടും. അതായത് 6 and 2/3 6 + 2/3 എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്ത 3/4 liters of milk in a bottle. How many liters in 7 such bottle എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ബോട്ടിലിൽ 3/4 liters മിൽക്ക് ഉണ്ട്. അങ്ങനെയാണ് 7 അതുപോലെ 7 കുപ്പികളിലുള്ള മിൽക്കിന്റെ അളവ് എത്രയാണ്? 7 ടൈംസ് ഓഫ് 3/4 എന്ന് കിട്ടും. അതായത് 7 × 3/4. 7 × 3/4 എന്ന് പറഞ്ഞാൽ 7 × 3/4 അതായത് 21/4. അപ്പോൾ ആദ്യത്തെ പോലെ 4 5s are 24ന്റെ മൾട്ടിപ്പിൾ നോക്കാം. അപ്പോൾ 20/4 + 1/4 എന്ന് എഴുതാം. അപ്പോൾ 20/4 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 5 and 1/4 അതായത് 5 1/4 എന്ന് കിട്ടും. അതായത് 5 ലിറ്ററും 1/4 ലിറ്റർ 5.25 ലിറ്റർ പാലുണ്ട് 7 കുപ്പികളിലായിട്ട്. 7 കുപ്പികളിൽ ഒരു കുപ്പിയിൽ 1/4 ലിറ്റർ. അപ്പോൾ 7 കുപ്പികളിൽ 5.25 ലിറ്റർ പാലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, വേറെ ഒരു എക്സാമ്പിൾ കൂടി നോക്കിക്കോളൂ. വെയിറ്റ് ഓഫ് ആൻ അയൺ ബ്ലോക്ക് ഈസ് 1/4 കിലോഗ്രാം. വാട്ട് ഈസ് ദി ടോട്ടൽ വെയിറ്റ് ഓഫ് സച്ച് 15 ബ്ലോക്സ്? അതുപോലെ 16 ബ്ലോക്സിന്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു അയൺ ബ്ലോക്കിന്റെ വെയിറ്റ് 1/4 കിലോ എന്ന് പറയുന്നത് 1/4 കിലോഗ്രാം. വാട്ട് ഈസ് ദി വെയിറ്റ് ഓഫ് സച്ച് 15 ബ്ലോക്സ്? അപ്പോൾ 15 ടൈംസ് ഓഫ് 1/4 വരും അല്ലേ? അപ്പോൾ 15 × 1/4 എന്ന് പറഞ്ഞാൽ 15/4 എന്ന് കിട്ടും. 15/4 നമ്മൾ നേരത്തെ പോലെ ചെയ്യാം. എങ്ങനെയാണ്? 15 എന്ന് പറഞ്ഞാൽ 4 3s are 12. അപ്പോൾ 12 + 3/4 എന്ന് എഴുതാം. 12/4 + 3/4 അതായത് 12/4 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 + 3/4 അതായത് 3 and 3 അതായത് 3.25 കിലോഗ്രാം ഉണ്ടായിരിക്കും. ക്ലിയർ ആയല്ലോ? അതുപോലെ വേറെ കുറച്ച് എക്സാമ്പിളിലേക്ക് പോകാം. Some 2 meter long rods are cut into 5 pieces of equal length. What is the length of each piece? Total length of 4 pieces. What is the total length of 10 pieces? ഇപ്പോൾ നോക്കിയാൽ some 2 meter long rods are cut into 5 equal pieces. അപ്പോൾ ആ ഒരു
2 മീറ്റർ ലോങ് റോഡാണ്. അതിന് 5 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഒരു പാർട്ടിന്റെ ലെങ്ത് എന്ത് വരും എന്നാണ് ചോദിച്ചിരിക്കുക. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഈച്ച് പാർട്ട്? അപ്പോൾ ആകെയുള്ളതിന്റെ 1/5 പാർട്ട് ആയിരിക്കും. അപ്പോൾ 2/5, അതായത് ലെങ്ത് ഓഫ് ഈച്ച് പീസ് ഈക്വൽ ടു 2/5 മീറ്റർ. ആകെയുള്ളതിനെ, അതായത് 2 മീറ്ററിനെ 5 ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ്. അപ്പോൾ ഒരു പാർട്ടിന്റെ ലെങ്ത് 2/5 മീറ്റർ ആയിരിക്കും. ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസസ്. അപ്പോൾ ഇതുപോലെ 1, 2, 3, 4 പീസ് എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ടോട്ടൽ ലെങ്ത്? അപ്പോൾ ഒരു പീസിന്റെ ലെങ്ത് ഇൻറ്റു 4. അപ്പോൾ 4 ഇൻറ്റു 2/5. 4 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 8/5. അപ്പോൾ 8/5 എന്ന് പറയുന്നത് 5/5 പ്ലസ് 3/5 കിട്ടും. അതായത് 1 and 3/5 മീറ്റർ എന്ന് കിട്ടും. അതുപോലെ ലെങ്ത് ഓഫ് 10 പീസസ്. 10 പീസസ് വന്നാലോ 10 ഇൻറ്റു 2/5. ഒരു പീസിന്റെ ലെങ്ത് 2/5 തന്നെ. അപ്പോൾ 10 പീസ് വരുമ്പോൾ 10 ഇൻറ്റു 2/5. 10 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 20. അപ്പോൾ 20/5. 20/5 നമുക്ക് എങ്ങനെ എഴുതാം? 20/5 ഡിവിസിബിൾ ആണ്. അപ്പോൾ 4 മീറ്റർ ആണ്. 10 പീസ് ഒന്നിച്ചിങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ, ക്രമമായിട്ട് അടുക്കി വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത് 4 മീറ്റർ ആയിരിക്കും. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5 liters of milk is filled in 6 bottles of the same size. How many liters of milk hold in each bottle? അപ്പോൾ 5 ലിറ്റർ മിൽക്ക് ഈസ് ഫിൽഡ് ഇൻ 6 ബോട്ടിലുകളിലായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുക. 5 ലിറ്റർ മിൽക്ക് 6 കുപ്പികളിൽ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്നു. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഹോൾഡ് ഇൻ ഈച്ച്? അപ്പോൾ ഒരു ബോട്ടിലിൽ എത്ര ലിറ്റർ ഉണ്ടാവും? അപ്പോൾ 6 ബോട്ടിലിൽ മിൽക്കിൻ്റെ ആകെ അളവാണ് 5 ലിറ്റർ. അപ്പോൾ ഒരു ബോട്ടിലിൽ 5/6, 5/6 ആയിരിക്കും. ഒരു milk in 6 bottles 5 liter. So milk in 1 bottle is equal to 5/6 liters. അതാണ് ആദ്യത്തെ പാർട്ട്. 5/6 liters. How many liters in 3 bottle? ഒരു ബോട്ടിൽ 5/6 liters. അപ്പോൾ 3 ബോട്ടിൽ വരുമ്പോഴോ 3 into 5/6. 3 into 5/6 എന്ന് പറഞ്ഞാൽ 15/6. 3 into 5 ന്യൂമറേറ്ററിനെയാണ് മൾട്ടിപ്ലൈ ആവുന്നത്. 15/6. ഈ 15/6 നമുക്ക് എന്ത് ചെയ്യാം? 12/6 പ്ലസ് 3/6. 12/6 പ്ലസ് 3/6 എന്ന് പറയുമ്പോൾ 12/6 എന്ന് പറഞ്ഞാൽ 2 ആണ്. 3/6 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ 2 and 1/2, അതായത് 1/2 ലിറ്റർ ആയിരിക്കും 3 ബോട്ടിലുള്ള മിൽക്കിന്റെ അളവ്. അതുപോലെ 4 ബോട്ടിലാണെങ്കിലോ ഒരു ബോട്ടിലിൽ 5/6 ലിറ്റർ ആണ്. അപ്പോൾ 4 ബോട്ടിലാണെങ്കിൽ 4 into 5/6. 4 into 5/6 എന്ന് പറഞ്ഞാൽ 4 into 5 20/6. 20/6 എന്ന് പറഞ്ഞാൽ 6ന്റെ മൾട്ടിപ്പിൾ എടുത്ത് നോക്കിയാൽ മതി. 18 പ്ലസ് 2 ആണ് 20. അപ്പോൾ 18/6 പ്ലസ് 2/6. 18/6 നമുക്ക് ഡിവിസിബിൾ ആയി. 18/6 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 പ്ലസ് 2/6 നമുക്ക് സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതാം. 1/3 എഴുതാം. അപ്പോൾ 3 പ്ലസ് 1/3, അതായത് 3 and 1/3 ലിറ്റർ ആണ് ഏതിലുള്ളത്? 4 ബോട്ടിലിൽ ഉള്ള മിൽക്കിന്റെ ആകെയുള്ളത്. അപ്പോൾ ഈ ഫ്രാക്ഷനെ ഇത്തരത്തിൽ മൾട്ടിപ്പിൾ, അതായത് ഫ്രാക്ഷന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നമ്പർ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന രീതിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.